ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് SCERT റിവിഷൻ എന്നുള്ള സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 7 ആണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഏരിയ. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പടമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോകുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെ കൂമ്പാരമായിരിക്കും എന്ന് ആര് പറഞ്ഞു? രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിരിക്കും അല്ലേ. ഇനി നോക്കിക്കേ, ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30. ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞു. ആരാണ് വെടിവെച്ചത്? നാഥൂറാം വിനായക് ഗോഡ്സെ. 1948 ജനുവരി 30 വെടിവെച്ചത് നാഥൂറാം വിനായക് ഗോഡ്സെ. നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇങ്ങനെ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ് അഭിപ്രായപ്പെട്ടത്? നെഹ്റുവാണ്. നെഹ്റു. അപ്പോൾ ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30 വെടിവെച്ചത് നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്നിങ്ങനെ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരെന്ന് ചോദിച്ചാരാണ്? നെഹ്റുവാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇനി അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായിട്ട് നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് എന്ത്? ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പട്ടേൽ നിയമിച്ചത് ആരെയാണ്? VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായിട്ട് പട്ടേൽ നിയമിച്ചത് VP മേനോൻ. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ കൈമാറേണ്ട പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താ വിനിമയം. അപ്പം ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട വകുപ്പുകളാണ് പ്രതിരോധം, വിദേശകാര്യം, വാർത്താ വിനിമയം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ് ഉണ്ട്, കാശ്മീർ, ജുനഗഡ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഇനി നമ്മൾ അടുത്തത് രാജ്യങ്ങളും അവരുടെ അധിനിവേശ പ്രദേശവും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം എന്നുള്ള ഈ ഒരു ബോക്സ് പഠിച്ചിരിക്കുക. ഫ്രാൻസ്, അതിൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം എന്നാണ്? 1954. ഓക്കെ, പോർച്ചുഗൽ, ഗോവ, ദാമൻ ദിയു ഒക്കെ ഇത് രണ്ട് ബോക്സാണ് പഠിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനമൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. ഗോവ, ദാമൻ ദിയു ഒക്കെ ആണെങ്കിൽ 1961. ഓക്കെ ആണല്ലോ. ഇനിയും ഈ വിഭജന കാലത്തെ സംഭവങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ട് സിനിമകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളും അത് സംവിധാനം ചെയ്തവരെയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, മേഘേ ദാഖദാര, അതായത് ഋത്വിക് ഘട്ടക്കാണ് സംവിധായകന്. പിന്നെ അടുത്തത് ഗരം ഹവ, MS സത്യു. തമസ്, ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂക്കസ്. അപ്പോൾ നോക്കിക്കേ, മേഘേ ദാഖദാരെ ഋത്വിക് ഘട്ടക്ക്, ഗരം ഹവ MS സത്യു, തമസ് ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്.
ഇനി അടുത്തത് VP മേനോനെ കുറിച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് പ്രവർത്തിച്ചു. പട്ടേലിനും നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പട്ടേലിനും നമ്മുടെ നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കുവഹിച്ചതാരാണ്? VP മേനോൻ ആണ്. VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം 1952 VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം 1952. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? VP മേനോൻ. നോട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഒന്നാമത്തത്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇതൊക്കെ ആരെയാണ്? VP മേനോൻ്റെ. ഏതൊക്കെയായിരുന്നു? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഈ ഗ്രന്ഥങ്ങളുടെ കർത്താവ് VP മേനോനാണ്. അടുത്തായി നോക്കുന്നത് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തെരഞ്ഞെടുപ്പും. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം എന്നാണ്? 1946. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം എന്നാണ്? 1946. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ആരാണ്? ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ആരാണ്? ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായിട്ട് നിയമിച്ച കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ഭരണഘടന പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, DP ഖെയ്തൻ. അപ്പം നോക്കുക, നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, പിന്നെ നമ്മുടെ DP ഖെയ്താൻ. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നാണ്? 1950 ജനുവരി 26. 1950 ജനുവരി 26. ഭരണഘടനാനുസൃതമായിട്ട് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന എന്നാണ്? 1951 52. 1951 52. ഇനി നമ്മൾ നോക്കുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്നുള്ള സെക്ഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് നാഗ്പൂറാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നാഗ്പൂറാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാന്ന് ചോദിച്ചാൽ അത് പോറ്റി ശ്രീരാമലുവാണ്. പോറ്റി ശ്രീരാമലുവാണ്. ഓക്കെ ആണല്ലോ. എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞതെന്ന് ചോദിച്ചാൽ അതേ 58 ആണ്. 58. ഓക്കെ. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷമെന്നാണ്? 1953. 1953 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ഫസൽ അലിയാണ്. ഫസൽ അലി. നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും നോക്കാം. ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നാഗ്പൂരാണ്.
തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാരാണ്? പോറ്റി ശ്രീരാമലുവാണ്. എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞെന്ന് ചോദിച്ചാൽ 58. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ഫസൽ അലിയാണ്. ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. HN കുൻസ്രു ഉണ്ട്, KM പണിക്കറുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമാണ്. ഇപ്പോൾ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തിരുവിതാംകൂറിൽ നിന്ന് ആരൊക്കെയാണെന്ന് നോക്കാം. പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. അപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ പനമ്പള്ളി ഗോവിന്ദ മേനോന്. മദ്രാസിൽ നിന്ന് K മാധവ മേനോന്, P കുഞ്ഞിരാമൻ, KTM മുഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ജോൺ മത്തായി. വനിതകളാരൊക്കെയാ? തിരുവിതാംകൂറിൽ നിന്നും ആനി മസ്ക്രിന്, മദ്രാസിൽ അമ്മു സ്വാമിനാഥന്, പിന്നെ ദാശായണി വേലായുധൻ, അത് മദ്രാസിൽ നിന്നും. ഓക്കെ, ഇനി അടുത്തത് ആസൂത്രണ കമ്മീഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1980 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1980 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണെന്നറിയാമോ? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ ആരാണെന്നറിയാമോ? ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് TT കൃഷ്ണമാചാരി, CD ദേശ്മുഖം. ഓക്കെ, അപ്പോൾ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖം. ഇനി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളെ നമ്മൾ എന്ത് പറയുന്നു? പഞ്ചവത്സര പദ്ധതികൾ എന്നാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ഈ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം എന്നാണെന്നറിയോ? 1951. കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1956. കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇനി അടുത്തത് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയുള്ളതാണെന്നറിയോ? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു സമന്വയ രൂപമാണിത് മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് മിക്സഡ് എക്കണോമി. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയ രൂപമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്ത പോയിന്റ്, ഏതു രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടെന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയനാണ്. ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടെന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അതെന്നാന്ന് ചോദിച്ചാൽ 1952 ഒക്ടോബർ
2 ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഇത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആസൂത്രണ കമ്മീഷനുണ്ട്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ്റെ ഉപ അധ്യക്ഷൻ ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദയാണ്. കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് ടി കൃഷ്ണമാചാരിയുണ്ട്, CD ദേശ്മുഖുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതികളെന്ന് പറയുന്നത്. അങ്ങനെ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം 1951. കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1956-ലാണ് കേട്ടോ. ഇനി സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങളാണ് നോക്കിയത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു സമന്വയ രൂപം, രണ്ടും കൂടി ചേർന്നാണ്. അതിന് പറയുന്ന പേരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഏതു രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടെന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു എന്ന് 1952 ഒക്ടോബർ 2. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അതിന് സഹായം നൽകിയിട്ടുള്ള രാഷ്ട്രങ്ങൾ. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഭിലായി ഇതിന് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ്. ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഭിലായിക്കും ബൊക്കാറോയ്ക്കൊക്കെ സഹായം നൽകിയ രാഷ്ട്രം ഏതാണ്? സോവിയറ്റ് യൂണിയനാണ്. റൂർക്കലയ്ക്ക് സഹായം ജർമ്മനിയാണ്. ദുർഗാപൂർ അത് ബ്രിട്ടനാണ്. ഇനി നമ്മൾ നോക്കുന്ന ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് ആ ചാപ്റ്ററിൽ. അപ്പോൾ നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖരാണ് ഹോമി ജെ ഭാഭ, പിന്നെ SN ഭട്നാഗർ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപീകരിക്കുന്നത് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാവയാണ് കേട്ടോ. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങളാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക, ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഏത് പദ്ധതി കാലത്താണ് നിലവിൽ വന്നതെന്ന് പരീക്ഷയിൽ ചോദിക്കാം. അപ്പോൾ നോക്കിക്കേ, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതിയാണ് ആദ്യത്തെ. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ശാസ്ത്ര വ്യാവസായിക സമിതി. ഓക്കെ. ഇനി ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം എന്നാണ്? 1962. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് എന്നാണ്? 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ISRO ഇല്ലേ, അതാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. അത് രൂപീകൃതമായത് എന്നാണ്? ISRO 1969. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകൃതമായത് 1969. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ISRO ആണ്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണെന്നറിയോ? തുമ്പയാണ്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയിൽ എവിടെയാണ്? തിരുവനന്തപുരം. ഇനി ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണെന്നറിയോ? ആര്യഭട്ടയാണ്. ആര്യഭട്ട എന്നാ വിക്ഷേപിച്ചത്? 1975 വിക്ഷേപിച്ചത്. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഉണ്ട്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി. ഓക്കെ. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി.
ഇന്ത്യൻ ദേശീയ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചവരാതൊക്കെയാണ്? നെഹ്റു ഉണ്ട്, വിക്രം സാരാഭായി ഉണ്ട്. ഓക്കെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ശാസ്ത്രജ്ഞന്മാരായിരിക്കെ? രാജാരാമണ്ണിയുണ്ട്, അബ്ദുൽ കലാമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് രാജാരാമണ്ണിയുണ്ട്, അബ്ദുൽ കലാമുണ്ട്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രപരീക്ഷണ ദൗത്യമേതാണ്? ചന്ദ്രയാനാണ്, ചന്ദ്രയാൻ. ഓക്കെ. പിന്നെ ഇവിടെ നോക്കാനുള്ളത് നമ്മുടെ വിക്രം സാരാഭായിയുടെ പടമൊക്കെ കൊടുത്തിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ആര്? വിക്രം സാരാഭായ്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെയൊക്കെ ശില്പി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അതുപോലെ തന്നെ അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തുമ്പയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകി. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് തുമ്പയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകി. ഇനിയും വിക്രം സാരാഭായ് സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എവിടെയാണ്? അഹമ്മദാബാദിലാണ്. വർഷം 1947. അപ്പോൾ വിക്രം സാരാഭായ് സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അതും എവിടെയാണ്? അതും അഹമ്മദാബാദ്. അപ്പോൾ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി അഹമ്മദാബാദിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അതും അഹമ്മദാബാദിലാണ്. കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ അതെവിടെയാണ്? അതും അഹമ്മദാബാദിലാണ്. അപ്പോൾ അഹമ്മദാബാദിലുള്ള 3 കാര്യങ്ങൾ വിക്രം സാരാഭായ് സ്ഥാപിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ ഇതൊക്കെ എവിടെയാണ്? അഹമ്മദാബാദിലാണ്. ഓക്കെ. ഇനിയും വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണ്? തിരുവനന്തപുരം. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ എവിടെയാണ്? കൽപ്പാക്കമാണ്, കൽപ്പാക്കം. ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ കൽപ്പാക്കം. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡോ? ജാദുഗഡയിലാണ്, ജാദുഗുഡ. ഓക്കെ. അപ്പം ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി അഹമ്മദാബാദിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിലാണ്. കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്ററും അഹമ്മദാബാദിലാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരം. ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ കൽപ്പാക്കം. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് കൊൽക്കത്ത. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഹൈദരാബാദിൽ. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ജാദുഗുഡ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു എന്നറിയോ? 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ SLV-3 PSLV ഒക്കെ വികസിപ്പിച്ചു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ആരറിയപ്പെടുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഓക്കെ. ഇനി ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2008 ഒക്ടോബറിലാണ് ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്കൊക്കെ ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ
നമ്മുടെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണെന്നറിയോ? അത് മംഗൾയാനാണ്. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ ആണ് നോക്കുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ആരാണെന്നറിയാവോ? ഡോക്ടർ DS കോത്താരിയാണ്. DS കോത്താരി എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞത് ആരാണ്? കോത്താരിയാണ്. ഓക്കെ, ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സുകളാണ് കമ്മീഷനുകൾ, ലക്ഷ്യങ്ങൾ, ശുപാർശകൾ. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. PSCയുടെ ഒരു ഇഷ്ട സെക്ഷനാണെന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് നോക്കാം. അപ്പോൾ കമ്മീഷനുകൾ: ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വർഷം. ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ 48. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം ഏതിൻ്റെ ലക്ഷ്യമായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ലക്ഷ്യമായിരുന്നു. അതിൽ ശുപാർശ ചെയ്തിരുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, നമ്മുടെ UGCയിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക. ഇതൊക്കെ ശുപാർശ ചെയ്തതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു പ്രധാന ലക്ഷ്യം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വർഷം 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യം. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വർഷം 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു ലക്ഷ്യം. അതിൽ പറഞ്ഞിരിക്കുന്ന ശുപാർശ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകളൊക്കെ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. ഇനി അടുത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. വർഷം 1964. ഡോക്ടർ DS കോത്താരി 1964. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശം, അതാണ് പ്രധാന ലക്ഷ്യം. 10+2+3 മാതൃകയിലെ വിദ്യാഭ്യാസം നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇതൊക്കെയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇത്രയുമാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ചോദിച്ചാൽ അത് 1986. അപ്പോൾ നമ്മളത് രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം 1986 രൂപീകരിച്ച വർഷം ഇപ്പം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളും കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തതാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം നൽകുക. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുവാനും ഒക്കെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്ന് പറഞ്ഞാൽ? പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുമുള്ള സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാണ് എന്ത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. ഓരോ ജില്ലയിലും എന്താണ്? നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രോത്സാഹനം നൽകുക. ഇതൊക്കെയാണ് എന്താ? ദേശീയ വിദ്യാഭ്യാസ നയം. എന്നാ രൂപീകരിച്ചത്? 1986 രൂപീകരിച്ചത്. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി അടുത്ത ഒരു പോയിൻറ്റ്സ് ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഏതൊക്കെയാണ്, അതിൻ്റെ ആസ്ഥാനങ്ങളുമാണ് നമ്മൾ എക്സ്ട്രാ ഇതായിട്ട് പഠിക്കുന്നത്. നോക്കാം. രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ എവിടെയാണ്? ന്യൂഡൽഹി. രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചും ന്യൂഡൽഹി. ദി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് ന്യൂഡൽഹി. സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ന്യൂഡൽഹി. ഇഗ്നോയുടെ ആസ്ഥാനവും ന്യൂഡൽഹി. ഇതിന് ഇഗ്നോ നമുക്ക് എല്ലാവർക്കും പരിചയം അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഷിംല, ഹിമാചൽ പ്രദേശ്. ഇഗ്നോയുടെയൊക്കെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണെന്നറിയോ? ഹിമാചൽ പ്രദേശ്, ഷിംല. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് എവിടെയാണെന്നറിയോ? ഹൈദരാബാദിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഹൈദരാബാദിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ആണെങ്കിലോ മൈസൂരിലാണ്. അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഹൈദരാബാദിലും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ചോദിച്ചാൽ അത് മൈസൂരിലുമാണ്. ഓക്കെ, അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 നമ്മൾ ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ചോദിച്ചാൽ അത് നവംബർ 11 ആരുടെ ഇതിലാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം അല്ലേ. ഇന്ത്യ മീൻസ് ഫ്രീഡം ആരുടെയാണ് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കാം. ഇന്ത്യ മീൻസ് ഫ്രീഡം ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ മീൻസ് ഫ്രീഡം ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നിയമം പാസ്സാക്കി. അതെന്താണെന്നറിയോ? 2009 2018 കേന്ദ്ര ഗവൺമെൻറ് സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ തുടങ്ങിയ ഇതൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതി വന്നു. ഏതാണ്? സമഗ്ര ശിക്ഷ അഭിയാൻ. 2018 കേന്ദ്ര ഗവൺമെൻറ് സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് സമഗ്ര ശിക്ഷ അഭിയാൻ വന്നു. ഇനി അടുത്തത് സാംസ്കാരിക നേട്ടങ്ങൾ. ഇതിൽ സ്ഥാപനങ്ങൾ, പ്രവർത്തനങ്ങൾ, ആസ്ഥാനം എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. സാംസ്കാരിക നേട്ടങ്ങൾ. അപ്പോൾ നോക്കിക്കേ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒക്കെ പാഠം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും ഇപ്പം ഉണ്ട്, സംഗീതമുണ്ട്, നാടക അക്കാദമി. അപ്പോൾ സംഗീതവും നാടകവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. ഇനി ലളിതകലാ അക്കാദമി അല്ലേ, ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. അപ്പോൾ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ലക്ഷ്യം എന്താണ്? ഇന്ത്യക്ക് അകത്തും പുറത്തും, ഇന്ത്യക്ക് അകത്തുമുണ്ട് പുറത്തും എന്താണ്? ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. അടുത്ത സാഹിത്യ അക്കാദമിയാണ്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യ ഉന്നമനമാണ് ലക്ഷ്യം. ഇനി അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായത്. ഇനി നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതിൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക അല്ലേ. പിന്നെ അതുപോലെ തന്നെ ബുക്കിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ്, അപ്പോൾ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്തൊരു പോയിൻ്റ് വിദേശ നയമാണ്. ഇതിൽ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിരിക്കുക. ഒരു പ്രസംഗത്തിൻ്റെ തുടക്കം പറയുന്നുണ്ട്, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവാണ്. ഇനി ഒരു പോയിൻ്റ് കൂടിയേ ഉള്ളൂ, അതോടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഫിനിഷാവും. പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈന ഒപ്പിട്ട കരാറാണേത്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഇന്ത്യ ചൈനയുമാണ്. ആരൊക്കെയാണ്? നെഹ്റുവും ചൗവിൻലായുമാണ്. അപ്പോൾ ഈ പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ നോക്കാം. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങളാണ് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറേ ഓൾറെഡി പറഞ്ഞു, ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.